KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാമെന്ന് ഹൈക്കോടതി. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും രണ്ടാം ഗഡു 20-ാം തീയതിക്ക് മുൻപും നൽകണം. എല്ലാ മാസവും 10-നകം മുഴുവൻ ശമ്പളവും നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ KSRTC ആണോ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന പതിവ് സ്ഥിതിയായി മാറുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ? വിഷ്ണു, നേരത്തെ KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 10-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ശമ്പള വിതരണത്തിന് മുൻഗണന ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ നൽകിയ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. ഇതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 2 ഗഡുക്കളായിട്ട് ശമ്പളം വിതരണം ചെയ്യാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആദ്യ ഗഡു, അതായത് ശമ്പളത്തിന്റെ ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും രണ്ടാം ഗഡു 20-ാം തീയതിക്ക് മുൻപും നൽകണം. ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. നേരത്തെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കം KSRTC ഹൈക്കോടതിയിൽ സൂചിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ഈ സർക്കാരിന്റെ ഒരു അധീനതയിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ KSRTCക്ക് കൃത്യമായിട്ടുള്ള സഹായം നൽകണമെന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇത്തരത്തിൽ കൃത്യമായിട്ട് ശമ്പളം ഉറപ്പാക്കണമെന്നുള്ള രീതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. മാത്രമല്ല 10-ാം തീയതിക്ക് അകം തന്നെ ശമ്പളം കൃത്യമായിട്ട് നൽകണമെന്നുള്ള കർശന നിർദ്ദേശം സിംഗിൾ ബെഞ്ച് നൽകിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ KSRTCക്ക് ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കോടതി ഹർജിയുമായിട്ട് ജീവനക്കാരടക്കം ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്നാൽ 2 ഘട്ടങ്ങളിലായിട്ട് KSRTC മുൻ ജീവനക്കാർക്ക് ശമ്പളം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-ാം തീയതിക്ക് മുൻപും ഒപ്പം തന്നെ രണ്ടാം ഗഡു 20-ാം തീയതിക്ക് മുൻപും ആ രീതിയിലാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് KSRTCയെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ്. വിഷ്ണു.